ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു ഫ്രൂട്ടുമായിട്ടാണ്. ഈ ഫ്രൂട്ട് നിങ്ങൾ ചിലയിടത്തൊക്കെ യൂട്യൂബിലും ഒക്കെ കണ്ടു കാണുമായിരിക്കും. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നല്ല ചോക്ലേറ്റിൻ്റെ രുചിയാണ്. ഇത് കണ്ടാലൊരു വലിയ കാന്താരിയുടെ അത്രയൊക്കെ ഉള്ളൂ. തൊലിയുടെ കൂടെ അല്പം മാത്രം മാംസമേ ഇതിനുള്ളൂ. പക്ഷേ അതിനങ്ങ് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ സീഡ് ഇച്ചിരി വലുതാണ്. അതിൻ്റെ സീഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഇത്രയും ഉണ്ട് സീഡ് തന്നെ ഇരിക്കുന്നതാണ് സീഡ്. അത് സീഡ് കുഴിച്ചിട്ടാൽ ഇതിൻ്റെ നമുക്ക് ചെടി ഉണ്ടാകും. അത് ചില ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. വലിയ ഉയരത്തിലൊന്നും പോകത്തില്ല. നമുക്ക് ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ ഈ ചെടി നമുക്ക് കളർ ലൈറ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെടി വളരെ നല്ലതാണ്. ഇങ്ങനെ കുറ്റിച്ച് ക്രിസ്മസ് ട്രീ മാതിരിയൊക്കെ നിൽക്കും. ഈ ഫ്രൂട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് ഷുഗർകാർക്കും കഴിക്കാമെന്ന് പറയപ്പെടുന്നു. ഈ ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് ഏകദേശം 2 മണിക്കൂറെന്നാണ് സാധാരണ പറയപ്പെടുന്നത്. നമ്മൾ എന്ത് കഴിച്ചാലും അത് മധുരമുള്ളതായിട്ട് തന്നെ തോന്നും. നമ്മൾ വായിൽ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞുണ്ടാകുന്ന ആ പ്രതീതി ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകും. നമുക്ക് മീൻകറി കൂട്ടിയാലും തോരൻ കൂട്ടിയാലും ഒക്കെ വായിക്കില്ല നല്ല മധുരമായിട്ട് നിൽക്കും. പിന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ സാധാരണ ഇത് രാത്രിയിലാണ് കഴിക്കാറ്. രാത്രി കഴിച്ചേച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇത് ചോക്ലേറ്റ് കഴിച്ച മാതിരി നമ്മുടെ വായി നല്ല ടേസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ നിൽക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ ചെടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് അതിൻ്റെ പൂവും അതിൽ ചെറിയ കായ്കളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. മഴക്കാലത്ത് ഇതേ കാ പിടിക്കാൻ വളരെ പ്രയാസമാണ്. ഇത് ഇച്ചിരി വെയിലൊക്കെ വേണം. അപ്പോൾ ഇതിൽ നല്ല കാ പിടിച്ച് ഇതുപോലെ ഉണ്ടായി കിട്ടും. നല്ലൊരു ഫ്രൂട്ടാണ്. ഇതാണ് മിറക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടി. ഇത് ഒത്തിരി ഉയരത്തിലൊന്നും പോകത്തില്ല. ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. ഇതിനകത്ത് ഇപ്പം നമുക്ക് രണ്ട് ചെറിയ പൂക്കൾ കാണാൻ പറ്റും. ഈ പൂക്കളാണ് കായായിട്ട് വരുന്നത്. ഏകദേശം 1 മാസം കൊണ്ട് കായ ഉണ്ടാകും. നമുക്ക് തെണ്ടതിനകത്ത് ചെറിയ കാ നമുക്ക് പഴുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്കായിട്ട് കാ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല റെഡിഷ് ആകുമ്പോഴാണ് നമ്മൾ പറിക്കേണ്ടത്. നമുക്കിതിനകത്ത് ചെറിയ ചെറിയ പൂക്കൾ കാണാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലിത് ക്രിസ്മസ് ട്രീ ആയിട്ടും ഇത് ഉപയോഗിക്കാം. ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഒത്തിരി ഉയരത്തിലൊന്നും പോകത്തില്ല. അപ്പം നല്ല ടേസ്റ്റിയായ ഫ്രൂട്ടാണ്. നല്ല ഇതിനകത്ത് ഇതിൻ്റെ പഴുത്ത് നിൽപ്പുണ്ട്. കാണാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരെ ബൈ.